ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഈ വർഷം പതിവ് പോലെ ഡ്രൈവർ എക്സാമുകൾക്ക് ഒരു പിടി അവസരങ്ങളാണുള്ളത്. നമ്മുടെ CPO ഡ്രൈവർ ഓൾറെഡി വന്നിട്ടുണ്ട്, എക്സൈസ് ഡ്രൈവർ, അതേപോലെ ഫയർമാൻ ഡ്രൈവർ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സിലബസുകളുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിലബസുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എക്സാമുകൾക്ക് വേണ്ടി അതെങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഈ 3 എക്സാമുകളുടെയും സിലബസ് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിക്കൊള്ളുക, ഈ 3 എക്സാമുകളുടെ സിലബസും ഏകദേശം സിമിലർ ആണ്. എവിടെ മാത്രമേ മാറ്റം വരുന്നുള്ളൂ? ഇവിടെ ഈ 20 മാർക്കിന് മാത്രമേ 3 എക്സാമുകളുടെ സിലബസിനും മാറ്റം വരുന്നുള്ളൂ. ഏത്? ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക്. ബാക്കി വരുന്ന 80 മാർക്ക് സിമിലർ ആണ്. കണ്ടോ, ഹിസ്റ്ററി എന്നാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് 4 മാർക്ക് എടുത്ത് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ലഭിക്കും, ആണല്ലോ. ഭൂമിശാസ്ത്രം, ജോഗ്രഫിയിൽ നിന്ന് 4 മാർക്ക് ലഭിക്കുന്നു. എക്കണോമിക്സിൽ നിന്ന് നമുക്ക് 4 മാർക്ക് ലഭിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 6 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ 6 മാർക്കാണ് അല്ലെ. എക്കണോമിക്സിൽ നിന്ന് 4 മാർക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും പഠിച്ചാൽ മാത്രം, കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സിൽ നിന്നും മാത്രം 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും 10 മാർക്ക് എടുത്ത് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. പിന്നീട് കേരളം, ഭരണം, ഭരണ സംവിധാനം, അവിടെ നിങ്ങൾക്ക് വരുന്നത് 2 മാർക്കാണ് വരുന്നത് അല്ലെ. ബയോളജി 3 മാർക്കാണ്, ഫിസിക്സ് 2 മാർക്കാണ്, കെമിസ്ട്രി 2 മാർക്കാണ്. അത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കൂടി എത്ര മാർക്ക് വരുന്നുണ്ട്? 7 മാർക്ക് വരുന്നുണ്ട്. പിന്നീട് കല, കായികം, സാഹിത്യം, സംസ്കാരം, അത് 3 മാർക്കാണ്. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫേഴ്സിന് 10 മാർക്ക് വരുന്നുണ്ട് അല്ലെ. മാത്സ് 10 മാർക്ക്. മാത്സ് 10 മാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ 5 മാർക്കിന് നിങ്ങൾക്ക് മാത്സും 5 മാർക്ക് മെന്റൽ എബിലിറ്റിയാണ്. അങ്ങനെ ടോട്ടല് 10 മാർക്ക് വരുന്നത്. പിന്നീട് നമ്മുടെ ഏത് തസ്തികയാണോ ആ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട 20 മാർക്ക്. ഇപ്പൊ ഇത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ്. അപ്പൊ അതായത് എക്സൈസ് ഡ്രൈവറിന്റെ 20 മാർക്കാണ്. സോറി, ഇത് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ ഫയർമാൻ ഡ്രൈവറിന്റെ 20 മാർക്കാണ് അവിടെ. ഇപ്പൊ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ എക്സൈസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. പോലീസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ 20 മാർക്കിന്റെ പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ്. ഈ ഒരു 20 മാർക്കിന് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കി 80 മാർക്ക് സിമിലർ ആണ്. 80 മാർക്ക് സിമിലർ ആണ്. ഈ 80 മാർക്ക് എങ്ങനെ നേടിയെടുക്കാം? ഏതെല്ലാം ഭാഗങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ 80 മാർക്ക് ലഭിക്കും? ഓൾറെഡി പറഞ്ഞു, കറണ്ട് അഫേഴ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. 10 മാർക്ക്, 80 മാർക്കില് 10 മാർക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് നിന്ന് ലഭിക്കും. അത് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്നല്ലാതെ വേറൊരു എളുപ്പ വഴിയൊന്നും ഇല്ല. പിന്നീട് 10 മാർക്ക് മാത്സ് ആണ്. 5 മാർക്ക് മാത്സ്, 5 മാർക്ക് മെന്റൽ എബിലിറ്റി, അങ്ങനെ 10 മാർക്ക് മാത്സ് ആണ് അല്ലെ. പിന്നീട് വരുന്നത് 30 മാർക്ക്. ഡ്രൈവിംഗ് സ്പെഷ്യൽ ടോപ്പിക്സിന് 30 മാർക്ക് ഉണ്ട്. പിന്നീട് നമ്മുടെ 10 മാർക്ക് ഓൾറെഡി പറഞ്ഞു, ഏതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ എക്കണോമിക്സും കൂടെ 10 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി 7 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. ഈ ഭാഗം ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ നമ്മൾ PYQs ബേസ് ചെയ്ത് പഠിക്കുക. ഈ രീതിയിലുള്ള പഠനമായിരിക്കണം ഇനിയുള്ള ഡ്രൈവർ എക്സാമുകൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ആ സിലബസിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, അതേപോലെ തന്നെ കണ്ട കേരളം, ഭരണം, ഭരണ സംവിധാനം, ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് ആകെ 2 മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക്, കേരളം, ഭരണം, ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം? PYQs ബേസ് ചെയ്ത് പഠിക്കണം. PYQs മുമ്പ് ചോദിച്ചിട്ടുള്ള PYQs ഏതൊക്കെയാണ്? ആ PYQsന്റെ കോണ്ടന്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാലേ നമുക്ക് ഇത് ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ടോപ്പിക്കിന് വേണ്ടി നമ്മൾ കൂടുതൽ സമയം മെനക്കെടുത്താനില്ല. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് 6 മാർക്കാണ്. പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ. ഈ ടോപ്പിക്കുകളെല്ലാം ഭരണഘടനാ നിയമനിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അതേപോലെ ലിസ്റ്റുകൾ അല്ലെ, അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന സിലബസേ ഉള്ളൂ. പഠിച്ചു തീർത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് 6 മാർക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ എക്കണോമിക്സും പഠിച്ചു തീർക്കാവുന്ന സിലബസേ ഉള്ളൂ. അങ്ങനെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സുമാണ് നമ്മുടെ സ്ട്രോങ് ഏരിയ. അത് രണ്ടും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ 10 മാർക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അല്ലെ. പിന്നീട് നമ്മുടെ മാത്സിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാത്സ് പലപ്പോഴും പലർക്കും മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. അതില് മാനസിക ശേഷി അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയിൽ നിന്ന് 5 മാർക്ക് നമുക്ക് സുഖമായിട്ട് ലഭിക്കും അല്ലെ. അവിടെ വരുന്ന ഈ ദിശയും, പ്രധാനമായിട്ട് ദിശ, ഒറ്റയാരെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ക്ലറിക്കൽ, കലണ്ടർ, ക്ലോക്ക് തുടങ്ങിയ ഏരിയാസിൽ നിന്നായിരിക്കും അവിടെ നിന്ന് ചോദ്യം വരുന്നത്. മെന്റൽ എബിലിറ്റി, മാത്സ് നമുക്ക് പഠിച്ചാൽ മതിയാവുകയുള്ളൂ. 5 മാർക്ക് നമുക്ക് മാത്സ് ഉണ്ട്. മാത്സും മെന്റൽ എബിലിറ്റിയും കൂടെ 10 മാർക്കാണ്.
അല്ലെ? നമ്മൾ ഓരോ ടോപ്പിക്കും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്സിൽ നിന്നുള്ള 5 മാർക്ക് നമുക്ക് ലഭിക്കും അല്ലെ? മെന്റൽ എബിലിറ്റിയിൽ നിന്നുള്ള 5 മാർക്കിന് ടോട്ടൽ 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം അല്ലെ? ടോട്ടൽ 10 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ സിലബസ് ആദ്യം മനസ്സിലാക്കുക. കണ്ടോ, ഈ ഒരു രീതിയിലുള്ള സിലബസ് എവിടെ മാത്രമേ മാറ്റമുള്ളൂ? ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിൽ മാത്രമേ മാറ്റമുള്ളൂ അല്ലെ? സ്പെഷ്യൽ ടോപ്പിക്സിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മാറ്റമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുക. ഓരോന്നിന്റെയും സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി ബാക്കി ഏരിയാസിന് അത് ഫോക്കസ് കൊടുക്കാൻ. ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, കറണ്ട് അഫേഴ്സിന് നിങ്ങൾ 10 മാർക്കിനുള്ള ഫോക്കസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം. മാത്സ് 10 മാർക്ക് ഫോക്കസ് കൊടുക്കണം അല്ലെ? ഇത് ഈ ഒരു 30 മാർക്ക് നിങ്ങൾ പഠിച്ചെടുത്താൽ കിട്ടാവുന്ന 30 മാർക്കായത് അല്ലെ? ബാക്കി വരുന്ന ഇതൊക്കെ നിങ്ങൾ PYQs ബേസ് ചെയ്ത്, ഹിസ്റ്ററിയും ജോഗ്രഫിയും PYQs ബേസ് ചെയ്ത് പഠിക്കുക. എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കംപ്ലീറ്റ് പഠിക്കണം ആണല്ലോ. കേരളം ഭരണ സംവിധാനം PYQs ബേസ് ചെയ്ത് പഠിക്കുക. സയൻസ് ഒക്കെ ഒരു പരിധി വരെ പഠിച്ചു തീർക്കാവുന്ന ടോപ്പിക്കേ ഉള്ളൂ, അതും പഠിച്ചു തീർക്കാം. ഈ കലാകായിക സംസ്കാരവും നിങ്ങൾ എന്ത് ചെയ്യുക? PYQs ബേസ് ചെയ്ത് പഠിക്കാം. ഈ ഒരു രീതിയിലുള്ള പഠനം ഉണ്ട് എങ്കിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് കവറപ്പ് ചെയ്യാനും സിലബസ് തീർക്കുവാനുമായിട്ട് സാധിക്കും അല്ലെ? നമ്മുടെ മാറ്റം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡില് അവിടെ ഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത് 10 മാർക്കും, ഫയർമാന്റെ സിലബസ് ആണ്, ഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത് 10 മാർക്കും, ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റ് ചെയ്ത് 10 മാർക്കും. ഇതേപോലെ എക്സസൈസിന് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക്, CPOക്ക് ആണെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ 20 മാർക്ക്. ആ 20 മാർക്ക് മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ള 80 മാർക്ക് ഈ പറയുന്ന എല്ലാ എക്സാമുകൾക്കും സിമിലർ ആണ്. അപ്പൊ ഈ പറയുന്ന ഒരൊറ്റ പഠനം ഉണ്ടെങ്കിൽ ആ 20 മാർക്കിന്റെ ചേഞ്ചസ് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ചാൽ മതി. ബാക്കി എല്ലാത്തിനും ഒരേ പഠനം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന CPO ഡ്രൈവർ എക്സാമുകളാണെങ്കിലും അതേപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ എക്സാമുകളാണെങ്കിലും ഫയർമാൻ ഡ്രൈവർ എക്സാമുകളാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ടൈമാണ്. കാരണം ഒരു പിടി അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇപ്പൊ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ ഫയർമാൻ ഡ്രൈവറും എക്സൈസും അല്ല, ഈ പറയുന്ന ഫോറസ്റ്റ് CPO ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, എക്സൈസ് ഡ്രൈവർ എല്ലാം വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ഒരേ രീതിയിലുള്ള പഠനം കൊണ്ട് ഈ പറയുന്ന എക്സാമുകൾക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യാം. ഈ പറയുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ഒരു കോമൺ ബാച്ച്, നമ്മുടെ ഡ്രൈവർ ബാച്ച്, ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവ് സെക്ഷനുകൾ, വീക്കിലി എക്സാമുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതേപോലെ എന്താണ് കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സ് തുടങ്ങി എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പാറ്റേണോട് കൂടി ഇനി വരാൻ പോകുന്ന എക്സാം വളരെ കോൺഫിഡന്റോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ CCയുടെ ഏറ്റവും പുതിയ ഡ്രൈവർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.